നമ്മൾ ശരിക്കും എങ്ങോട്ടാ പോണേ? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരാളുടെ വീട്ടിലേക്കാ. ഇതന്നെയാണ് വീടെന്നാ തോന്നണത്. ആരാ? എന്താ മക്കളെ? ദാക്ഷായണിയമ്മയല്ലേ, ഗൾഫിൽ ഉണ്ടായിരുന്ന രാഹുലിന്റെ? അതെ, മക്കളാരാ? എൻ്റെ പേര് വൈശാഖ് എന്നാണ് അമ്മേ. ഞാൻ രാഹുൽ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ ഒപ്പം വർക്ക് ചെയ്ത ആളാണ്. ഞാൻ ഇന്നലെയാണ് ഗൾഫിൽ നിന്ന് വന്നത്. അപ്പോൾ അന്ന് എനിക്ക് കയ്യിൽ കുറച്ച് പൈസ ഇല്ലാത്തപ്പോൾ രാഹുലിനോട് കുറച്ച് പൈസ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ 1,00,000 രൂപ അന്ന് രാഹുൽ എനിക്ക് തന്നു. അപ്പം അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടാണ് ഈ വീട് കണ്ടെത്തിയത്. അപ്പം അമ്മ ഈ പൈസ ഒന്ന് പിടിക്കണം. ഇത് രാഹുൽ പോയപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. പിന്നീടാണ് ഞങ്ങൾ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. ഈ മരണം എന്നൊക്കെ പറയണത് നമ്മളൊന്നും വിചാരിച്ച പോലെ അല്ലല്ലോ അമ്മേ. ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ. നോക്കിയിട്ട് കാര്യമില്ല. നമുക്കെല്ലാവർക്കും ഒരു ഭയങ്കര സങ്കടമുണ്ട്. തൽക്കാലം അമ്മ അതൊന്ന് പിടിക്കൂ. ഇത് രാഹുലിന് കൊടുക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. മക്കളെ, ഈ പൈസയുടെ കാര്യം അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് മോൻ തന്നെ വെച്ചോളൂ. അമ്മേ, ഈ പൈസ എനിക്ക് ശരിക്കും രാഹുൽ തന്നതാണ്. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവന്നത്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ വന്നത്. ഇത് അമ്മ തന്നെ വെച്ചോളൂ. അവർക്ക് ആവശ്യമില്ല എന്നിട്ട് എന്തിനാട്ടാ അവർക്ക് നിർബന്ധിച്ച് കാശ് കൊടുത്തേ? നിനക്ക് ഇനി ഒരു കാര്യം അറിയോ? ഞാൻ ഓൾക്ക് പൈസ ഒന്നും കൊടുക്കാനൊന്നുമില്ല. ഓല അവസ്ഥ വളരെ ദയനീയമാണ്. മക്കളുമില്ല. ആകെ ഉണ്ടായിരുന്നൊരു മോനായിരുന്നു രാഹുൽ. മോനാണെങ്കിൽ മരിക്കുകയും ചെയ്തു. ഇനി വേറൊരു കാര്യം നിനക്കറിയോ? എനിക്ക് ഗൾഫിൽ ജോലി കിട്ടാനുള്ള കാരണം എന്താ അറിയോ? ഓൻ മരിച്ചതുകൊണ്ടാണ്. ഓൻ മരിച്ച സ്ഥാനത്തേക്കാണ് ഞാൻ ഗൾഫ് പോയത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ടായത്. നമ്മളെ വീടും നമുക്ക് ഈ കാറും ഒക്കെ ഉണ്ടായത് ഞാൻ ഗൾഫിൽ പോയിട്ടാ. അത് കാരണക്കാരൻ ഓനാണ്. ഓൻ മരിച്ചതുകൊണ്ടല്ലേ എനിക്ക് ജോലി കിട്ടിയത്. ഇതെങ്കിലും ഞാൻ ആ കുടുംബത്തിനോട് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ മനുഷ്യനെ പറഞ്ഞിട്ട് എന്താ കാര്യം?